ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ചാൽ ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസമാണ്, നിയമസഭാ സമ്മേളനം തുടങ്ങുന്ന ദിവസമാണ്. സമ്മേളനത്തിന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകും തുടക്കമാവുക. പ്രസംഗത്തിൽ കേന്ദ്രവിരുദ്ധ നിലപാടുകളൊക്കെ പരാമർശിക്കുമോ എന്നതിൽ ആകാംക്ഷയുണ്ട്. കാരണം ഈ പ്രസംഗം ലോക്ഭവനിലേക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഭാഗങ്ങളൊക്കെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇത് തിരിച്ച് ലോക്ഭവൻ തിരികെ അയക്കുകയും എന്നാൽ അത് പറ്റില്ല എന്ന് പറഞ്ഞ് തിരികെ അയക്കുകയൊക്കെ ചെയ്ത ഒരു ഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗം എത്തുമ്പോഴത്തേനും അത് ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. പിന്നെ രാഹുൽ മങ്കുടത്തിൽ, ആന്റണി രാജു ഉൾപ്പെടെ 3 MLA-മാർ സഭയിലില്ല. ഈ മാസം 29-നാണ് സംസ്ഥാന ബജറ്റ് നടക്കുക. ഹാൻസ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ഹാൻസെ, ഗുഡ് മോർണിംഗ്. 2ാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ്, അവസാന നിയമസഭാ സമ്മേളനമാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? കേന്ദ്രത്തിനെതിരായ ഭാഗങ്ങളൊക്കെ ഗവർണർ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തുമോ എന്നതിൽ ആകാംക്ഷയുണ്ട്. അതിനൊപ്പം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലേറ്റ് കിട്ടിയ ഒരു വലിയ ആത്മവിശ്വാസമുണ്ട് UDF-ന്. അത് ഈ സഭയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയണം. രാഹുൽ മങ്കുടത്തിനെതിരായ ആരോപണങ്ങളെയൊക്കെ സർക്കാർ എങ്ങനെ സഭയിൽ ഉയർത്തുമെന്നും അറിയണം. വിവരങ്ങൾ എങ്ങനെയാണ് ഹാൻസെ? സേതു, ഗുഡ് മോർണിംഗ്. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനമാണ് ഇന്ന് തുടങ്ങുന്നത്. രാവിലെ 8:30-ക്ക് തന്നെ ഗവർണർ നിയമസഭാ മന്ദിരത്തെത്തും. അവിടെ വെച്ച് മുഖ്യമന്ത്രിയും സ്പീക്കർ AN ഷംസീറും ചേർന്ന് ഗവർണറെ വരവേൽക്കും. അതിനുശേഷമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആകാംക്ഷാഭരിതമായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സർക്കാർ അംഗീകരിച്ച് നൽകിയ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുള്ളൊരു ആവശ്യം ലോക്ഭവൻ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ സർക്കാർ അതിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗം ഉണ്ടാകും നയപ്രഖ്യാപന പ്രസംഗത്തിൽ. അത് ഗവർണർ വായിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷ നൽകുന്നത്. പക്ഷേ ലോക്ഭവൻ വൃത്തങ്ങൾ നൽകുന്ന ഒരു വിവരമനുസരിച്ച് വിയോജിപ്പുണ്ടെങ്കിൽ പോലും നയപ്രഖ്യാപന പ്രസംഗത്തിൽ നിന്ന് ഈ ഭാഗങ്ങൾ, കേന്ദ്ര സർക്കാർ വിരുദ്ധ ഭാഗങ്ങൾ ഒഴിവാക്കില്ല എന്ന് തന്നെയാണ്. അതേസമയം പ്രതിപക്ഷം വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിയമസഭാ സമ്മേളനത്തിലേക്ക് എത്തുന്നത്. കാരണം ഈ ഐഷ പോറ്റി വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ള, S രാജേന്ദ്രൻ BJP-യിലേക്ക് പോയത്, അതിനോടൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ലഭിച്ച ഗംഭീര വിജയം, ഇതെല്ലാം മുന്നോട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷം കടക്കുന്നത്. പക്ഷേ അതേസമയം ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഭരണപക്ഷവും ഉള്ളത്. തിരിച്ചടിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുമുണ്ട്. അതിൽ പ്രധാനമായും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും സർക്കാരിന് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ പ്രതിരോധിക്കും. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF-നെയും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെയും പ്രതിരോധത്തിലാക്കാനുള്ള ആയുധങ്ങളെല്ലാം തന്നെയും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ ഈ നിയമസഭാ സമ്മേളനത്തിൽ 3 MLA-മാർ ഉണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഒപ്പം ആന്റണി രാജു, ഒപ്പം മരിച്ച കാനത്തിൽ ജമീല, ഇവരുടെ 3 പേരുടെ അസാന്നിധ്യത്തിലായിരിക്കും ഇന്നത്തെ നിയമസഭാ സമ്മേളനം തുടങ്ങുക. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് സഭ പ്രക്ഷുബ്ധമാകും എന്നുള്ളതിൽ സംശയമില്ല. അതിനോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് തിരിച്ച് അടിക്കാനുള്ള ഒരു ആയുധമാണ് ആന്റണി രാജു വിഷയം. എന്തായാലും മാർച്ച് 26 വരെയാണ് ഇത്തവണത്തെ സഭാ സമ്മേളനമുള്ളത്. ഏകദേശം 32 ദിവസം ഇത്തവണ സഭ ചേരും. ഇതിനിടയിൽ ജനുവരി 29-ന് ധനമന്ത്രി ബഡ്ജറ്റ് പ്രഖ്യാപനം നടത്തും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ പോലും ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനാണ് നിലവിലെ സാധ്യത. ശരി, ഹാൻസാണ് വിവരങ്ങൾ നൽകിയ